ഹലോ 2 ദിവസം മുന്നേ നമ്മുടെ ഫ്രണ്ട് പാത്തുവിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞാൻ അനുവിനെ കാഞ്ചനെ കാത്തിങ്ങനെ റോഡ് വായി നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ അവളുമാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നുപേരും പിന്നെ നേരെ പോയത് കരിക്കോട് ജംഗ്ഷനിലോട്ടാട്ടോ. കാരണം അപ്പവും കൂടി വരാനുണ്ടായിരുന്നു. കരിക്കോടുള്ള MMK എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് പിന്നെ പ്രസൻറ്റേഷൻ വാങ്ങാൻ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രം വാങ്ങിയാൽ മതിയായിരുന്നു, അവളുമാരൊക്കെ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങി നമ്മൾ നേരെ ഓഡിറ്റോറിയത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേനും പിന്നെ എല്ലാവർക്കും ലിപ്സ്റ്റിക് ഇടലായി, മുടി കെട്ടലായി. കാരണം കാറ്റടിച്ചിട്ട് മുടി മുഴുവനും ചടക്കായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു തട്ടിക്കൂട്ട് മേക്കപ്പിന് ശേഷം നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. കാഞ്ചു പോയവരുടെ അടുത്തോട്ട് ഞങ്ങൾ മൂന്നുപേരുടെ അത് ഷെയർ ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതേ നേരെ ഓഡിറ്റോറിയത്തിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ കോളേജിലെ ക്ലാസ്മേറ്റ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്കവരെയും കാണുന്ന ഒരു 3-4 കൊല്ലത്തിന് ശേഷം കേട്ടോ. നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം പെണ്ണും ചെക്കനും ഒന്നും സ്റ്റേജിൽ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹല്ലിയുടെ കല്യാണത്തിന് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റാതെ തന്നെ ക്ഷീണി ഇതിലങ്ങ് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുമിച്ച് തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. സദ്യ ഒരു സൈഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പക്ഷേ ബീഫ് ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവെ ബീഫ് ഇഷ്ടമല്ല. പിന്നെ ആ ഒരു ഗ്രേവിയും ആ ഒരു ചിക്കൻ ഫ്രൈയും വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു സൈഡിലാണെങ്കിൽ ഭയങ്കര തിക്കും തിരക്കും. പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഐസ്ക്രീമിന് വേണ്ടിയിട്ടുള്ള ഉന്തും തള്ളും കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തിരി ഉന്തും തള്ളും കൊണ്ടാലും വേണ്ടി ഐസ്ക്രീമും കൊണ്ട് ഞാൻ വരുമെന്ന് പറ്റില്ല കാഞ്ചു പോയിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ഒരു യുദ്ധം ജയിച്ച പ്രതീതിയോടെയാണ് കാഞ്ചു ഐസ്ക്രീമുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉന്തും തള്ളും കിട്ടിയതിൻ്റെ ക്ഷീണത്തിൽ കാഞ്ചു 2 ഐസ്ക്രീമൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അടുത്ത പറഞ്ഞവരുണ്ടെങ്കിൽ ഇടാവേ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.